ഹായ് ഹലോ, നമ്മുടെ ഫാമിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ രാവിലെ കോഴിക്ക് തീറ്റ കൊടുക്കുന്നതും നമ്മുടെ കോഴിയുടെ ഫാമിൻ്റെ അകത്തുള്ള കൂടിനകത്ത് എങ്ങനെയായിരിക്കുന്ന അതിൻ്റെ വിശേഷങ്ങൾ, അങ്ങനെയുള്ള ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ കോഴിക്ക് കൊടുക്കുന്നത് തവിട്, അതായത് നമ്മുടെ അവിലിടിച്ചാൽ ബാലൻസ് വരുന്ന തവിടുണ്ടല്ലോ, അപ്പം ആ തവിടും പിന്നെ മുട്ടക്കോഴി ആയതുകൊണ്ട് നമ്മൾ ലെയർ മാഷാണ് കൊടുക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ലെയർ മാഷും പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ബാക്കി വരുന്ന ഫുഡ് വേസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് രാവിലെ കൊടുക്കാറ്. അപ്പം ഫുഡ് വേസ്റ്റിൽ ചോറ് അധികം ഉൾപ്പെടുത്താറില്ല. കാരണം ചോറ് കൂടുതൽ കൊടുത്താൽ ഈ കൈരളി ഇനത്തിൽപ്പെട്ട കോഴികൾക്ക് മുട്ട ഉൽപ്പാദനം കുറയും. അതുകൊണ്ട് ചോറധികം കൊടുക്കാറില്ല, മറ്റുള്ള ഫുഡ് അവശിഷ്ടങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ രാവിലെ നമ്മൾ തവിടും ലെയർ മാഷും ഇതൊക്കെ കൂടെ മിക്സ് ചെയ്ത് ഏകദേശം ഒരു 4 കിലോളം ഫുഡ് രാവിലെ കൊടുക്കും എല്ലാ കോഴികൾക്കും കൂടെ. അപ്പോൾ അത് നമ്മൾ മെഷീൻ ഉണ്ട്, അതിൽ തൂക്കിയിട്ട് ഏകദേശം കുറച്ച് തൂക്കം ഒപ്പിച്ച് കൊടുക്കും. അപ്പോൾ രാവിലെ അത് തീറ്റ് നനച്ച് കോഴിക്കൂട്ടിൽ കൊണ്ടുപോയി പുറത്താണ് ഇടുക, കൂടിനകത്തല്ല, പുറത്ത് വല കെട്ടിയിട്ടുണ്ട്, അതിനകത്തായിട്ട് ഇടും. എന്നിട്ട് അതിനുശേഷം നമ്മൾ കൂട് തുറന്ന് വിടും. അപ്പോൾ എല്ലാ കോഴികളും സെപ്പറേറ്റ് ഓരോ ഏരിയയിലാണ് ഫുഡ് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ കോഴികൾ അധികം കച്ചറയില്ലാത്ത രീതിക്ക് കഴിച്ചോളും. എല്ലാ ഫുഡും കൂടെ നമ്മൾ ഒരു സ്ഥലത്ത് ഇട്ട് കൊടുത്താൽ ഭയങ്കര ബഹളമായിരിക്കും. പല ഏരിയയിലായിട്ട് മാറ്റി മാറ്റി ഇട്ട് കൊടുത്താൽ നല്ല രീതിക്ക് ഫുഡ് എടുക്കും. പിന്നെ നമ്മൾ എല്ലാ ദിവസവും എല്ലാ കോഴിയും ശ്രദ്ധിക്കണം. ഏതെങ്കിലും കോഴിക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ളതായിട്ട് തോന്നുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിനെ മാറ്റണം. ഇല്ലെങ്കിൽ മറ്റുള്ള കോഴികൾക്കും കൂടെ അസുഖങ്ങൾ വന്നു പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഫുഡൊക്കെ ഇട്ട് കൊടുത്ത് കൂട് തുറന്നു കഴിഞ്ഞാൽ മോർണിംഗ് അതിൽ അധികം മുട്ട ഉണ്ടാകാറില്ല. രാവിലെ ഉച്ചക്കാണ് അധികം കോഴി മുട്ട ഇടുക. എന്നാൽ കുറച്ച് കിട്ടും, ചിലപ്പോൾ ഒരു 10, 12 അങ്ങനെയൊക്കെ കിട്ടും രാവിലെ. ബാക്കി ഏകദേശം കോഴി ഉച്ചക്ക് ഒരു 2 മണി 2:30 ഒക്കെ ആകുമ്പോഴേക്കും, പിന്നെ 11 മണി ടു 12 മണിൻ്റെ ഇടയിൽ മുട്ടയിടുന്ന കുറച്ച് കോഴിയുണ്ട്. പിന്നെ അധികവും ഇടുക ഉച്ചയ്ക്ക് ശേഷമാണ്, 2 മണിക്ക് 2:30 അത്ര ആ ടൈമിനാണ്. ഇതാണ് നമ്മുടെ കൂടിൻ്റെ ഉൾവശം. അപ്പോൾ അതിനകത്തൊരു പൂവൻ കോഴി ചുമ്മാ നടപ്പുണ്ട്, എന്താണെന്നറിയില്ല. അപ്പോൾ ബാക്കി എല്ലാ കോഴിയും പുറത്താണ് ഉള്ളത്. അപ്പോൾ നമ്മൾ വൈകിട്ട് വരെ ഇങ്ങനെ കോഴിയെ മുഴുവൻ തുറന്ന് ഈ വലക്കകത്ത് ഇട്ട് വെക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ഥിതി. പിന്നെ ഈ പുറത്തൊരു പഴയ നമ്മളൊരു കോഴിപ്പെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, ചെറിയ പെട്ടിയാണ്. അപ്പം മുട്ടയൊക്കെ അതിനകത്തൊക്കെ കയറി പുറത്തിടും പകൽ സമയത്ത്. പിന്നെ അതിൻ്റെ അടിയിൽ ഞാൻ ചെറിയൊരു സ്പേസൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചില കോഴികൾ അങ്ങനെ നമ്മൾ ഏരിയ സെറ്റാക്കി കൊടുത്തുകൊണ്ട് അങ്ങനെയുള്ള ഏരിയകളിലാണ് കൂടുതലും മുട്ട ഇടുക. അപ്പോൾ നമ്മൾ വൈകിട്ടൊക്കെ നമുക്ക് ബാക്കി മുട്ട കൂടെ കളക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഫുഡ്. പിന്നെ ഞാനിപ്പം 3 നേരമായിട്ടാണ് ഇതിന് ഫുഡ് കൊടുക്കുന്നത്. രാവിലെ കൊടുക്കും, പിന്നെ ഞാൻ ജോലിക്ക് പോകുന്ന ദിവസം വീട്ടിൽ വേറെ ആരെല്ലാവരും കൊടുക്കും. ഉച്ചയ്ക്ക് ഒരു നേരം കൊടുക്കും, പിന്നെ വൈകിട്ട് നമ്മൾ കൂട്ടിക്കയറ്റുന്ന നേരത്താണ് പിന്നെ കൊടുക്കുക. അങ്ങനെ അധികം 3 നേരം ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എല്ലാ കോഴിയും നല്ല രീതിക്ക് നമ്മൾ വാച്ച് ചെയ്യണം എല്ലാ ദിവസവും. എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ തോന്നുവാണെങ്കിൽ നമ്മളതിനെ അപ്പം തന്നെ മാറ്റി അതിൻ്റെ മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മളെപ്പോൾ സ്റ്റോക്ക് ചെയ്യണം. ഇത് നമ്മൾ പിന്നെ ഉച്ചയ്ക്ക് തീറ്റ കൊടുത്ത ചെറിയൊരു വീഡിയോ എടുത്താണ്. അപ്പോൾ രാവിലെ കൊടുത്ത തീറ്റ നമ്മൾ നന്നായിട്ട് നനച്ചൊക്കെയാണ് കൊടുത്തത്. സാധാരണ നനച്ചാണ് കൊടുക്കാറ്, പക്ഷെ ഉച്ചയ്ക്ക് ഞാൻ നനക്കാൻ നിന്നിട്ടില്ല. ഞാൻ ജസ്റ്റ് ലെയർ മാഷൊക്കെ ഉള്ളത് എടുത്തിട്ട് ഇട്ട് കൊടുത്താണ്. അപ്പോൾ ഉച്ചയ്ക്ക് നമുക്കറിയാം, നമ്മളങ്ങോട്ട് ചെല്ലുമ്പം തന്നെ എല്ലാ കോഴികളും നമ്മൾ വലയുടെ അകത്തേക്ക് കയറുന്ന ഡോറല്ല, ചെറിയൊരു ഏരിയ ഉണ്ട്, ആ ഭാഗത്ത് വന്ന് നിൽക്കും എല്ലാ കോഴിയും. അപ്പോൾ നമ്മൾ കയറുമ്പോഴൊക്കെ എല്ലാം കൂടെ ബഹളമായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ കോഴിക്കും ഉച്ചക്കും ഫുഡ് കൊടുത്തു, അങ്ങനെ സെറ്റാക്കി. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ അമർത്തുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.